ഹലോ, അങ്ങനെ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാന്നല്ലേ? ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ മീറ്റിങ്ങിന് പോവാണ്. മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ? നിന്നെ ഒന്ന് ഒരുക്കിക്കൊണ്ട് പോകാൻ എന്നാ പാടാടാ. ഷൂവിൻ്റെ ലൈസ് കെട്ടാൻ അറിയത്തില്ലേ? കം ലെറ്റ്സ് ഗോ. കൊച്ചിന് വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. അങ്ങനെ ഞാനും ജഡും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുവാണേ. ഇതിപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ജേഡ് കുട്ടനെയും കൊണ്ടൊരു കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് കൊച്ചു വീട്ടിൽ തന്നെ ഇരിക്കുക. കൊച്ചിന് സ്കൂൾ അടച്ചിട്ട് അതിനെയും കൊണ്ട് ഒരിടത്തും പോയില്ല. ഈ പ്രാവശ്യം എന്നാന്ന് വെച്ചാൽ ഡിസംബറിൽ എനിക്ക് വീക്കെൻഡ് മൊത്തം ജോലി വന്നു, വീക്ക് ഡേയ്സിൽ ഓഫും. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോക്ക് നടക്കുമെന്ന് തോന്നിയില്ല. എന്നാൽ പിന്നെ കൊച്ചിനെയെങ്കിലും വിളിച്ചുകൊണ്ട് ഇതുവഴിയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ഗലേറിയ മോളിലാണേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വിൻ്റർ സീസൺ ആകുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എല്ലാ ഷോപ്പിംഗ് മോൾസും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്യും. നല്ല രസമാണ്. സാന്റാ വില്ലേജും സാന്റയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഏതെങ്കിലും ഒരു ദിവസം പോകാൻ ഒരു ഷോപ്പിംഗ് മോളെങ്കിലും കാണും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് ഗലേറിയ മോളിൽ പോകാം. ഗലേറിയ മോളാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഗലേറിയ മോളും അബുദാബി മോളും യോസ് മോളും ഒക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ സാന്റാ വില്ല ഉണ്ടാവും. സാന്റാ വില്ലേജിൽ സാന്റ ഉണ്ടാവും. സാന്റയായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, നമുക്ക് വീഡിയോസ് എടുക്കാം. അങ്ങനെ അതല്ല, പിള്ളേർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എന്നാണെങ്കിലും കൊച്ചു വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോയി ഇതൊക്കെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസമായിട്ടുള്ള പ്ലാനിങ്ങാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ജോലിയുടെ തിരക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴേ നടക്കുകയില്ല. നാളെ നീളെന്ന് പറഞ്ഞ പോലെ നാളത്തേന് വെച്ചാൽ പിന്നെ അങ്ങ് നീളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഫ്രീ ആയപ്പം കൊച്ചിനെ കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും കൊച്ചും കൂടെ ഇറങ്ങിയതാണ്. പണ്ടൊക്കെ ഇങ്ങനെ സാന്റാ വില്ലയിൽ പോവുക, അല്ലെ സാന്റയെ കാണുക പറഞ്ഞാൽ ജോഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അന്നൊക്കെ കുഞ്ഞല്ലേ. പക്ഷേ ഇപ്പോൾ ഇച്ചിരി മുഴുത്തപ്പം അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇതിപ്പോൾ ഞാൻ എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കിയതിന് ഒരാളെ പിണങ്ങിയിരിക്കുന്നതുണ്ടോ. പെട്ടെന്ന് ഫീലിങ്സ് ആവേ. ഞങ്ങൾ ഫീലിംഗ് ബോയ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗലേറിയ മോളിൽ വന്നു. ശരിക്കും ഈ സാന്റാ വില്ലയിൽ സാന്റയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പം ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഫുള്ളി ബുക്ക്ഡാണ്. നമുക്ക് സ്ലോട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നേരിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ രാവിലെ പോകണേ വലിയ റഷൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ സാന്റാ വില്ലയിൽ ചെന്നപ്പം രാവിലെ ഒന്നുമില്ല കേട്ടോ, ഏകദേശം ലഞ്ച് കഴിക്കേണ്ട ടൈമായി. അവിടെ വലിയ തിരക്കൊന്നുമില്ല. കാരണം ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പേരൻസ് വരണേൽ ജോലി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, പ്രതീക്ഷിച്ച് അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പം അവർ നമുക്ക് എന്താ പറയുന്നത്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം തന്നു. അങ്ങനെ ഫോം എന്ന് പറഞ്ഞാൽ ഓൺലൈനിലാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഫില്ല് ചെയ്തു. ഞാനും ജെഡും കൂടെ ക്യൂവിൽ നിന്നു. ക്യൂ ആണെങ്കിലും വലിയ ക്യൂ ഒന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസം. ഇതാണ് നമ്മുടെ സാന്റയുടെ ഗ്രോട്ടോ, സാന്റാ ഗ്രോട്ടോ എന്ന് പറയും. അതിനകത്ത് നോക്കിയപ്പോൾ അവിടെ സാന്റ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. സാന്റയുടെ അസിസ്റ്റൻറ്റ് അവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത്. പുള്ളിക്കാരനാണ് എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ സാന്റയോടെ നിൽക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുത്ത് അവരപ്പം തന്നെ നമുക്കൊരു പ്രിൻ്റ് തരും കേട്ടോ. അതല്ല നമ്മുടെ കയ്യിൽ ക്യാമറയോ നമ്മുടെ കയ്യിൽ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെടുത്ത് തരും, നമുക്ക് എല്ലാ സഹായം ചെയ്തു തരും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ പോകുന്നതാണേ. ശരിക്കും ആദ്യമേ ഈ സാന്റ നമ്മുടെ അബുദാബി മോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ജേഡ് ഉണ്ടായി എനിക്കൊന്ന് 1-2 വയസ്സായപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാ വർഷവും പോയ ഫോട്ടോസും ഉണ്ട്. അവരപ്പം തന്നെ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് തരുന്നത് കൊണ്ട് അവിടെ ഒത്തിരി പേര് കുഞ്ഞു പിള്ളേരെ ക്രിസ്മസിൻ്റെ എന്താ പറയുന്നത് തീമിലുള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പേരൻസും ക്രിസ്മസ് തീമിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ആ ഫാമിലിയൊക്കെ ഉണ്ടോ റെഡ് തീമിൽ അവരൊക്കെ ഡ്രസ്സ് ചെയ്ത് വരുന്നത് സാന്റയുടെ. അതല്ലാതെ സാന്റയുടെ സെയിം ഡ്രസ്സ് ഇട്ട് വരുന്ന കുഞ്ഞു പിള്ളേരുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ബോൺ ബേബീസിനെയൊക്കെ സാന്റയുടെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് നല്ല ഭംഗിയാണ് കേട്ടോ. തിരക്കൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പേരെ കാണാൻ പറ്റുമേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തിരക്കൊന്നും ഇല്ലാത്ത സമയം നോക്കി ചെന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനും ജേഡും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, എപ്പോഴാണ് നമ്മൾക്ക് സാന്റ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട്. സാന്റയുടെ അസിസ്റ്റൻറ്റിനെ കണ്ടോ മണിയൊക്കെ ഇരിക്കുന്നത്. കുഞ്ഞു പിള്ളേരൊക്കെയാണെങ്കിൽ ആ മണി അടിക്കുമ്പോൾ പിള്ളേർ ഇങ്ങോട്ട് നോക്കും. അപ്പോൾ സാന്റയുടെ അസിസ്റ്റൻറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അകത്ത് നിന്ന് നല്ലൊരു ഫോട്ടോ നമുക്ക് തരും. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഫോട്ടോയും കൊണ്ട് വീട്ടിൽ പോകാം. ഈ പ്രാവശ്യം എന്നാണേലും ഞാനും ജേഡും തന്നെയുള്ളൂ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ നാട്ടിലായിരുന്നു വെക്കേഷൻ. അന്നാണ് ജേഡുവിന് പനി
പനിയും കൂടെ ആയിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അന്ന് നാട്ടിൽ പോകുന്ന അന്ന് ഞാനും ജേഡും കൂടെ തന്നെ ഇതുപോലെ ഗലേറിയ മോളിൽ വന്ന് സാൻഡാവില്ലേ വന്ന് സാൻഡവിടത്തിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി കേട്ടോ. കാരണം പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം സാൻഡാവില്ലയൊക്കെ ക്ലോസ് ചെയ്യും. ഡിസംബർ 25 വരെ സാൻഡാവില്ലയിൽ സാൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞും സാൻഡാവില്ല ഉണ്ടാവും. എനിക്കൊന്ന് ജാനുവരി 3 വരെയൊക്കെ മിക്കപ്പോഴും സാൻഡാവില്ല അവിടെ ഓപ്പൺ ആയിരിക്കും. പക്ഷേ സാൻഡേ ഉണ്ടാവത്തില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ടേണായി. ഞാനും ജേഡും കൂടെ സാൻഡയെ കാണാൻ വേണ്ടി ചെന്നു. നമ്മളെ കണ്ടപ്പോഴേ സാൻഡ ഭയങ്കര ഹാപ്പി. ജേഡുവിനെ കണ്ടത് കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത്, കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടും ഒന്നല്ലേ, എനിവേ ഹഗ്ഗൊക്കെ ചെയ്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ സാൻഡയോട് പറഞ്ഞു, സാൻഡ കുഞ്ഞല്ല, ജേഡുക്കുട്ടൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇവിടെ വരുന്നതാണ്. അങ്ങനെ സാൻഡയോട് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസൊക്കെയാണ് ഇത്. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു കേട്ടോ. എല്ലാ ഫോട്ടോസും ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാൻഡയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. കുറേ ടൈം സ്പെൻഡ് ചെയ്തു. സാൻഡെ ഹഗ്ഗൊക്കെ ചെയ്ത് സാൻഡയുടെ അസിസ്റ്റൻറ്റ് നമ്മുടെ വാട്ടർ ബോട്ടിലും ക്യാമറയൊക്കെ പിടിച്ചത് ഇപ്പോൾ ഉണ്ട്. ഈ ഫോട്ടോസാണ് അവിടുന്ന് ഗലേറിയ മോളിൽ നിന്ന് അവരെടുത്ത് തരുന്ന നമുക്ക് തരുന്ന പ്രിൻ്റ്. നല്ല രസമല്ലേ? പിള്ളേരെ എങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യും. എന്താ പറയുക, പിള്ളേരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല ഫോട്ടോസ് കിട്ടും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ അവിടെ കുറേ എന്താ പറയുന്നത്, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്ലേ സ്റ്റേഷൻസ്, പ്ലേ ഏരിയാസ് ഉണ്ട് കേട്ടോ. സാൻഡയ്ക്ക് ലെറ്റർ എഴുതാം, സീക്രട്ട് സാൻഡയ്ക്ക്, പിന്നെ കുറേ ഗിഫ്റ്റ് ഒക്കെയുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ ഏരിയാസ്. അപ്പോൾ അവിടെ എല്ലാം കയറാം. ഇതിനൊന്നും ടിക്കറ്റൊന്നും ഇല്ല, ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. പക്ഷേ അബുദാബി മോളിലുള്ളതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര ദിർഹംസ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഗലേറിയ മോളിൽ അങ്ങനെയൊന്നുമില്ല, ഫുൾ ഫ്രീ ആണ്. സാൻഡയുടെ അടുത്ത് കയറുന്നതിനും സാൻഡയുടെ ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ. പിന്നെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ജേഡുക്കുട്ടൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ജേഡുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എനിക്കൊന്ന് വലുതാകും തോറും പണ്ടത്തെ അത്രയും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പുള്ളിക്ക് കമ്പനി ഒന്നും ഇല്ലല്ലോ. ആരെങ്കിലും പിള്ളേരെ സെറ്റിനെ കൊണ്ടൊക്കെ കമ്പനിക്ക് പോവുകയാണെങ്കിൽ വലിയ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചു, അവിടെ പോയി നിൽക്കും മോനെ, ഇവിടെ നിൽക്കുക, ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറയുമ്പോഴാണ് ചിലതിലൊക്കെ പോകുന്നത്. പക്ഷേ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിലൊക്കെ പോകാനായിട്ട്, ആ സ്നോയിൽ കളിക്കാനൊക്കെ. അങ്ങനെ ഞാനും ചെയ്യണോടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടെയൊക്കെ ഒരു റെയിൻഡിയറൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു കൊച്ചിനെ അതിനെ മണ്ടയിലിരുത്തി ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊന്നും പുള്ളിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗെയിമിലൊക്കെ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കണ്ടോ. ഇതുപോലെ നമ്മൾ മീനെ പിടിക്കുന്ന പോലത്തെ ഒരു ഫിഷിംഗ് റോഡ് വെച്ചിട്ട് നമുക്ക് ഈ സാധനയുടെ കുന്തപ്പം 2 സാധനം എടുക്കാം. അതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ വേറെ കുറേ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിലൊക്കെ വിൻ ചെയ്തു. ചിലതിനകത്തൊക്കെ സമ്മാനം കിട്ടി. സത്യം പറഞ്ഞാൽ കേട്ടല്ലോ, കൊച്ചിനേക്കാളും എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് എനിക്കാന്ന് തോന്നുന്നു കൊച്ചിനെ ഇതിനകത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഇത് കഴിയുമ്പോൾ നമുക്ക് നേരെ അബുദാബി മോളിൽ പോകാം, അതല്ലേ നമുക്ക് റീമോളിൽ പോകാമെന്ന്. കാരണം റീമോളും അബുദാബി മോളും ഇതിൻ്റെ ഗലേറിയ മോളിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ഒരു സാൻഡേ കണ്ടാൽ മതി അമ്മ എന്ന്. വിജിലംബിച്ചു അതിന് ഉത്തരം കേട്ടിട്ട്. അപ്പോഴെനിക്ക് തോന്നി പുള്ളിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്ന്. പിന്നെ കുറേ പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ പിന്നെ പുള്ളിക്കാരൻ പിന്നെ അങ്ങോട്ടെല്ലാം ഓടിപ്പോയി. ഞാൻ പറഞ്ഞല്ലേ, കുറേ ആക്ടിവിറ്റി ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എല്ലാം ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ജേഡ് കളിച്ചു കേട്ടോ. ഇതാണ് സാൻഡയ്ക്ക് ലെറ്റർ എഴുതുന്നത് കണ്ടോ. ലെറ്റർ ടു സാൻഡ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് ലെറ്റർ എഴുതാം. ജേഡ് ഓൾറെഡി ലെറ്റർ എഴുതി സാൻഡ മെയിലിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പിൻ വീൽ ഉണ്ടായിരുന്നു. അത് സ്പിൻ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. ജേഡുവിന് ഇതിനകത്തൊന്നും ഗിഫ്റ്റൊന്നും കിട്ടിയില്ല അവിടെ. പക്ഷേ ജേഡുവിൻ്റെ മുമ്പിൽ എന്താ പറയുന്നത്, സോ ക്ലോസ് എന്ന് പറഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് തീർന്നു. ജേഡുവിൻ്റെ മുമ്പിലുള്ള പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടി. പക്ഷെ നമ്മുടെ ആശാൻ അതിനൊന്നും വിഷമമൊന്നുമില്ല. അത് കഴിഞ്ഞ് അവിടെ എല്ലാം കറക്കവും കളിയും ഗെയിമും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി തുടങ്ങി. ഞാൻ ജേഡുവിനോട് പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അപ്പോൾ ജേഡു കൂട്ടിന് ദ ചീസ് കേക്ക് ഫാക്ടറിയിൽ തന്നെ പോകണം. അങ്ങനെ ഞാൻ വിചാരിച്ചു കൊച്ചിൻ്റെ ഇഷ്ടം ചീസ് കേക്ക് ഫാക്ടറി കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ചീസ് കേക്ക് ഫാക്ടറിയിൽ പോയി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയോ ഫുഡ് ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്താ കഴിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒന്നൊരു ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു പറഞ്ഞത്. മറ്റേതെന്തോ ബീഫിൻ്റെ ഒരു ഡിഷായിരുന്നു കേട്ടോ, പേരൊക്കെ ഞാൻ മറന്നുപോയി. ഇനി ഞങ്ങൾ രണ്ടുകൂടെ കഴിച്ചു. ജസ്റ്റിക്ക് നോയമ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റിയെ കൂട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റി കൂടെ ഇല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ എന്ത് ദുഷ്ടായ തന്തയും തള്ളയും മോനും അല്ലേ, കെട്ടിയവനില്ല അപ്പനില്ലാതെ. അപ്പൻ നോയമ്പ്, ഞങ്ങൾക്ക് നോയമ്പും ഇല്ല. നോയമ്പൊക്കെ എടുക്കുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. അങ്ങനെ ജസ്റ്റിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇന്ന പോലെ നോൺ വെജ് കഴിക്കുന്നു, ജസ്റ്റ് വെജ് കഴിക്കുന്നു എന്നൊക്കെ. ഞങ്ങൾ
രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഫുഡെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഗലേറിയ മോളിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോയി കേട്ടോ. ഇതാണ് ഗലേറിയ മോളിൻ്റെ എൻട്രൻസ്. എല്ലാ വർഷവും ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനെ ഈ ബോൾ അവിടെ വെച്ചേക്കും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എന്താ ഭംഗിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഗലേറിയ മോൾ കാണാൻ പോകണം ക്രിസ്മസിൻ്റെ സമയത്ത്. പോയില്ലേ വലിയ നഷ്ടം കേട്ടോ. ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഗലേറിയ മോളാണ്. ഈ ഒരു വലിയ ബോൾസൊക്കെ അവിടെ വെച്ച് നല്ല ഭംഗിക്ക് എല്ലാ വർഷവും ഈ ഒരു സാധനം വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ അതും പ്രത്യേകിച്ച് വിൻ്ററിൽ കാണാൻ പോകാൻ നല്ല രസമല്ലേ. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ട് അവിടെയൊക്കെ ഒത്തിരി സീറ്റ്സ് കൊടുത്തിട്ടുണ്ടിരിക്കാൻ. അവിടെയൊക്കെ എല്ലാ ആൾക്കാരും ഫോണും ഒക്കെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ പിന്നെ ഫോണൊന്നും കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും പോയില്ല. ഞങ്ങൾക്ക് അവിടെ കണ്ടു തീർക്കാനും കറങ്ങി തീർക്കാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൂടെ എല്ലാം കറങ്ങി, ഞാനും ജഡുവും കൂടെ. അത് തന്നെയല്ല, നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കറങ്ങാമല്ലോ. അതെല്ലാം നമ്മളിപ്പോൾ കെട്ടിയന്മാരെയും കൊണ്ടൊക്കെ പോയാണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിനങ്ങ് കറങ്ങാൻ പറ്റിയിരുന്നേ. പണ്ടൊക്കെ ജഡുവിനെയും കൊണ്ട് എവിടെ പോയാലും നമ്മളിവിടെ എവിടെയും വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇച്ചിരിയുടെ മുഴുക്കുന്നതിൻ്റെ ഇച്ചിരി എന്താ പറയുന്നത്, ഇച്ചിരി മുഴുപ്പൊക്കെ ആയതിൻ്റെ എന്താ പറയുന്നത്, പുള്ളിക്ക് ഇച്ചിരി അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തൂടെയൊക്കെ പോകുമ്പോഴത്തേനും പുള്ളിക്കാരൻ മടുക്കും. ബാ അമ്മ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും കേട്ടോ. എന്നാലും പാവം നമ്മൾ നിർബന്ധിക്കുമ്പോൾ നമ്മളോടത്ത് നിൽക്കും. ഇത് കണ്ടു, ഇതാണ് ഗലേറിയ മോളിൻ്റെ എൻട്രൻസ്. എന്ത് ഭംഗിയായിട്ട് നോക്കി അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മണ്ടലോട്ട് ചെന്നാൽ കാണാൻ കേട്ടോ. അത് കണ്ടോ, അവിടെ നമുക്ക് സാൻഡയുടെ വണ്ടീനെയും ഒക്കെ കാണാൻ കേട്ടോ. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഭംഗി കാണത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് മണ്ടേ ചെന്നിട്ട് കാണിക്കാമെന്ന്. നല്ല വലിയ ക്രിസ്മസ് ട്രീത്തൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ സാൻഡയുടെ വണ്ടിക്കാണോ സാൻഡ സ്ലേ എന്ന് പറയുന്നത്? അറിയാവുന്നൊരു കമൻറ്റ് കേട്ടോ. സാൻഡ സ്ലേ ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്ന റെയിൻഡിയേഴ്സൊക്കെ, കുറേ റെയിൻഡിയേഴ്സ് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻസ്, ക്രിസ്മസ് റീത്ത് ഒത്തിരി ആയിട്ട് എന്തുമാത്രമല്ലേ അവർ. ഞാനപ്പോൾ ചിന്തിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്തോരം മണി അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നല്ല ഭംഗിക്ക് ഗലേറിയ മോൾ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, മുഴുവൻ സൈഡും നല്ല ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഡെക്കറേഷനായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഓരോ ഷോപ്സിലും പോകുമ്പോൾ ഓരോ ഷോപ്സിലും ക്രിസ്മസിൻ്റെ തീമിൽ കുറേ ഡെക്കറേഷൻസൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിലായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ ഷോപ്പിംഗ് മോളിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാ. മോണോപ്പൊളിയൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മോണോപ്പൊളി. ഇപ്പോൾ കുറേ നാളായി കളിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ടേ കയറിയിട്ട് നിങ്ങളെ സാൻഡാസ്ലെ റെയിൻഡിയേഴ്സ് വലിച്ചുകൊണ്ട് പോകുന്ന കാണിക്കാമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എവിടെ കയറിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വെജിൻ ഷോപ്പിൽ കയറി. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻലിയുടെ ബോട്ടിൽ കാണുമ്പോൾ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. വെറുതെ അത് കണ്ടുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ നോക്കി എന്തോരം കളേഴ്സാണ്, ഒത്തിരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ കളേഴ്സിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി. ഞാനങ്ങനെ മാറി നിന്ന് കുറേ സ്റ്റാൻലിയുടെ ബോട്ടിലൊക്കെ എന്നോട് ആരോടൊക്കെ ചോദിച്ചു ഈ സ്റ്റാൻലിയുടെ ബോട്ടിൽ ലിറ്റി എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. ഈ സ്റ്റാൻലിയുടെ ബോട്ടിൽ നമ്മുടെ വെർജിൻ ഷോപ്പിലുണ്ട്. വെർജിൻ്റെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അബുദാബി ഗലേറിയ മോളിലുണ്ട്. അതല്ലേ ബോർഡേഴ്സിൽ സ്റ്റാൻലിയുടെ ഷോപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ജേഡുക്കുട്ടനെ കുറേ എന്താ പറയുന്നത്, കുറേ ബുക്സൊക്കെ കണ്ടു. അമ്മ ഞാനത് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ജേഡുക്കുട്ടന് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു മിറർ. നിങ്ങൾക്കറിയാമോ? അറിയാമല്ലോ, മിറർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പടം എടുത്തേക്കാന്ന് എന്നെ തന്നെ. എന്ത് ഭംഗിയല്ലേ വാഷ്റൂമാണേലും വാഷ്റൂമിനകം ഒന്ന് ഓർത്ത് വയ്ക്കുക എന്ത് നല്ല ഭംഗിക്കാണ് കിടക്കുന്നതെന്ന്. ഇങ്ങനെയൊക്കെ വേണം അല്ലേ വാഷ്റൂം. കണ്ടാൽ തന്നെ നമുക്ക് 2 പടം എടുക്കാൻ തോന്നണം. വേറെ എവിടത്തെങ്കിലും വാഷ്റൂം പോയാൽ നമുക്കിങ്ങനെ തോന്നുമോ? എനിവേ അതെല്ലാം പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഇതാണ് നമ്മൾ മുമ്പേ പോയ സാൻഡയുടെ ഏരിയ കേട്ടോ. മണ്ടേ നോക്കുമ്പോൾ നോക്കി അവിടെ സാൻഡ വില്ലേജിൽ ഇരിപ്പുണ്ട്. കുറേ പിള്ളേരെയൊക്കെ മടി വെച്ചിട്ട്. സാൻഡയ്ക്ക് ചൂടായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഫാനൊക്കെ ഇലക്ട്രിക് ഫാൻ കൈവച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ നമ്മൾ മുമ്പേ പോയതിനേക്കാളും തിരക്കുണ്ടായിരുന്നേ. അപ്പോഴത്തേനും ഒരുമാതിരി ഈവനിങ് ആയി. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കുറേ ഷോപ്പിലെല്ലാം കറങ്ങി തെണ്ടി തിരിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരുമാതിരി ഒരു 5 o'clock 4:30 എനിവേ കഴിഞ്ഞു. ആ സമയമായപ്പോഴത്തേനും എനിക്കൊന്ന് ഓഫീസൊക്കെ കഴിഞ്ഞ് പേരൻസ് പിള്ളേരെയും കൊണ്ട് വരുന്ന സമയമായിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ റഷ്. ഞങ്ങൾ റഷ് ഇല്ലാത്ത സമയം പോയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റി. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഗലേറിയ മോളിൻ്റെ ഡെക്കറേഷൻ കാണുന്നതിൽ ശരിക്കും കുറേ മണിക്കൂർ കാണാനുണ്ട്. എന്ത് ഭംഗിക്ക് അവർ ചെയ്തേക്കുന്നതെന്ന് നോക്കി. നല്ല രസമില്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ വലിച്ച് പറിച്ചുകൊണ്ട് പോകാൻ പിള്ളേരുണ്ട്. ഇവിടെ ഒന്നും ആരും വലിച്ച് പറിക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയത് കണ്ടോ, സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സാധനങ്ങളൊക്കെ വന്നേക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ ജേഡുക്കുട്ടന് ചെറിയ ആഗ്രഹമൊക്കെ തോന്നി കേട്ടോ. പക്ഷെ ഒന്നും പുള്ളി അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല, ഇതെനിക്ക് വാങ്ങിച്ചു തരാമോ
അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തോന്നും ആശാന് കേട്ടോ. സാധാരണ ചിലപ്പോൾ ഈ പിള്ളേർ ചോദിക്കില്ല എനിക്ക് അത് വേണം എനിക്കിത് വേണം, വാശിയൊക്കെ പിടിക്കല്ലേ. അങ്ങനത്തെ വാശികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില ഷോപ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നുന്നത്. മെയിനായിട്ട് പുള്ളിക്കാരന് ബുക്സാണ് വേണ്ടത്. പിന്നെ എന്തെങ്കിലും ഈ വരയ്ക്കുന്ന പെൻസിൽസോ കളർ പെൻസിലോ അതല്ലെങ്കിൽ ഡയറി അങ്ങനത്തെ സാധനങ്ങളാണ്. അതല്ലാതെ ടോയ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ സാന്റാവില്ലേ ചെന്നപ്പോൾ സാന്റ അവന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നേ. ആ ഗിഫ്റ്റ് നമ്മുടെ ട്രൈപ്പോഡിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പുള്ളി നടക്കുക. പുള്ളിയുടെ ഓരോ സന്തോഷമല്ലേ. പിന്നെ വാട്ടർ ബോട്ടിൽ കൈ പിടിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടും കൂടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീർന്നു. ഇനി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ജസ്റ്റിയെ പിക്ക് ചെയ്താൽ മതി. പക്ഷേ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയി ജസ്റ്റിയുടെ ഓഫീസിൽ പോയി പോസ്റ്റ് ആകുന്നതിനേക്കാളും ഭേദം ഇതുവഴി കറങ്ങി നടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചേടും കൂടെ അതിനകത്തൂടെ കറങ്ങി നടന്നു കേട്ടോ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഏതെങ്കിലും ഒരു മൂവിക്ക് കയറണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മൂവിക്ക് കയറിയാൽ ജസ്റ്റിയുടെ ഓഫീസിലോട്ട് ചെല്ലാൻ താമസിക്കുന്നത് കൊണ്ട് പിന്നെ മൂവിക്കൊന്നും കയറിയില്ല. ഇതുണ്ട് ഗലേറിയ മോളിൻ്റെ ഈ സൈഡ് നോക്കി എന്താ ഭംഗിയല്ലേ. ഓരോ സൈഡും ഓരോ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ശരിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ട് പോകാൻ തന്നെ. പക്ഷേ ഗലേറിയ മോളിൻ്റെ അങ്ങേ സൈഡ് ഒരു സൈഡും കൂടെ ഉണ്ടേ. ആ സൈഡ് ഞങ്ങൾ കവർ ചെയ്തില്ല. ഞങ്ങൾ ഈ സൈഡ് മാത്രമേ കവർ ചെയ്തുള്ളൂ. അപ്പോൾ അതിന് കൊച്ചു മടുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കൊച്ചു പറഞ്ഞു ബാ അമ്മ പോകാമെന്ന് 1-2 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റിയെ പിക്ക് ചെയ്യണം എന്നൊരു ഉത്തരവാദിത്വം കൂടെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ പോകാതെ കുറച്ച് നേരമൊക്കെ കൂടെ അതുവഴിയൊക്കെ കറങ്ങി നടന്ന് ശരിക്കും പറഞ്ഞാൽ വിൻഡോ ഷോപ്പിംഗ് എന്ന് പറയാം. നമ്മൾ മെയിനായിട്ടും എന്താ പറയുന്നത് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. എല്ലാ ഷോപ്പുകൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്തെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ വാങ്ങിക്കും. അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ സ്റ്റാർബക്സിൽ വന്നു കേട്ടോ. അതാകുമ്പം കോഫി കുടിക്കുകയും ചെയ്യാം, എത്ര നേരം വേണേലും ഇരിക്കുകയും ചെയ്യാമല്ലോ. അതായിരുന്നു നമ്മളുടെ ഉന്നം. നമ്മുടെ ഇരിക്കുന്ന സ്റ്റാർബക്സ് ഇരുന്ന ഇത് കണ്ടോ, ക്രിസ്മസ് ട്രീ നല്ല ഭംഗി കാണാം. എന്നാ വലിയൊരു ക്രിസ്മസ് ട്രീ ആണെന്ന് നോക്കി. നല്ല രസമില്ലേ കാണാനായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിയോട് പറഞ്ഞു വാ ജസ്റ്റി നമുക്ക് ഒന്നിച്ച് പോകാമെന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓർത്തെന്നാൽ ഞങ്ങൾ പോയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് അതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരാശാൻ ഭയങ്കര പടവാണ്. ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരനെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. സാധാരണ പിള്ളേരെ പോലെ അങ്ങനെ ഫോണിൽ കുത്തലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ ബുക്ക് വായിക്കും, അതല്ലെങ്കിൽ പടം വരയ്ക്കും. ഇതിപ്പം പടം വരെയാണ് മെയിൻ. അതിനിപ്പോൾ കോഫി ഷോപ്പൊന്നോ അല്ല ഓടുന്ന വണ്ടിയെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവൻ വരയ്ക്കുന്ന പടവും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കെന്താ അവൻ വരയ്ക്കുന്നതെന്നൊന്നും വലിയ ഐഡിയ കിട്ടിയില്ല. ഏതോ ഒരു പടമാണ് വരയ്ക്കുന്നതെന്ന് മാത്രം മനസ്സിലായി. ഈ പടം അവൻ വരയ്ക്കുന്നത് ഞാൻ എൻ്റെ സീക്രട്ട് സാൻറ്റയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് കപ്പ് വാങ്ങിച്ച് ആ കപ്പിലെ പടം നോക്കി പുള്ളി വരയ്ക്കുന്ന കേട്ടോ. ഞങ്ങളുടെ ഷോപ്പിങ്ങിനിടയിൽ ഞാനൊരു കുഞ്ഞ് ഡയറിയും ഒരു കുഞ്ഞു പെന്നും കൂടെ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡയറിയിൽ ചുമ്മാ ജഡുവിൻ്റെ പേരൊക്കെ എഴുതി. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ വരയ്ക്കാനല്ല എഴുതാനായിട്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുതിയ ബുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ പേരെഴുതി വെക്കുകയല്ലേ, ലിറ്റി തോമസ് 6B എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ജഡുവിൻ്റെ ഡയറിയിൽ ചുമ്മാ ഞാൻ ജഡുവിൻ്റെ പേര് എൻ്റെ പേരല്ല ജഡുവിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു. ഇന്നോലെ ഗിഫ്റ്റഡ് ബൈ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുകൊണ്ട് ആ ഗ്ലാസ്സിലുള്ള പടമാണ് പുള്ളിക്കാരൻ വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനും ജഡുവും കൂടെ ചുമ്മാ അവിടെ പടമൊക്കെ വരച്ച് കുറച്ച് നേരം ഞാൻ ഫോണിലൊക്കെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റിയുടെ കോൾ വരണം, ജസ്റ്റ് ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയുമ്പം ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ അതുവഴി എല്ലാം നടന്ന് ഷോപ്പിംഗ് മോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ മടുത്തായിരുന്നു. ഇതാ ജഡുക്കുട്ടൻ വരച്ച പടം കേട്ടോ. പെട്ടെന്ന് വരച്ചാൽ ഇങ്ങനെ നോക്കുമ്പോൾ 2 കാല്. അതെന്താണ് 2 കാലെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു കാല് വെട്ടിയിട്ട് മറ്റേ കാല് വരച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ വരയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ജഡുക്കുട്ടൻ ഒരു കുഞ്ഞ് കലാകാരനാണ്, ഭയങ്കര വരകാരനാണ്. ജസ്റ്റ് വരയ്ക്കുമായിരുന്നു. ജസ്റ്റിയുടെ വരക്കഴിവ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി അവസാനം ജസ്റ്റിയുടെ വിളി വന്നു, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. നമ്മുടെ ഗലേറിയ മോളിൽ നിന്ന് ജസ്റ്റിയുടെ ഓഫീസിലോട്ട് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം നിർത്തി, കാപ്പൂടിയൊക്കെ നിർത്തി. ബാക്കി കാപ്പി നമുക്ക് വണ്ടിയിലിരുന്ന് കുടിക്കാം എന്ന കൂട്ടത്തോടെ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ വണ്ടി തപ്പി നടക്കുവാണ്. എവിടെയാണ് വണ്ടി ഇട്ടതെന്ന് ഒരു നിമിഷം മറന്നുപോയി. ഏത് ഫ്ലോറാണെന്ന് പെട്ടെന്ന് മറന്നു കേട്ടോ. ഗലേറിയ മോളിലോട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റില്ലേ. പക്ഷേ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അത്ര വലിയ പാടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ആ അപ്പുറത്ത് കിടക്കുന്ന റേഞ്ച് റോവറൊന്നും അല്ല നമ്മുടെ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഗലേറിയ മോളിൽ നിന്ന് ഇറങ്ങി. ഇനി എന്നാണെങ്കിലും ഗലേറിയ മോളിൽ നിന്ന് ഇറങ്ങി ജസ്റ്റിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് വരെ പോകാനുള്ള
പോകാനുള്ള സമയമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീഡിയോയിൽ കുറേ ആൾക്കാർ പറയും, ലിറ്റി അബുദാബിയുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നോസ്റ്റുമാണ്, ഞങ്ങൾ അവിടെ ആയിരുന്നു, ഞങ്ങൾ അവിടെ ജനിച്ച് വളർന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എനിക്കറിയാം അല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ബോറടിക്കുമെന്ന്, പക്ഷേ ഇത് കാണുമ്പോൾ ബോറടിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ബോറടിക്കുന്നവർ എന്നോട് ക്ഷമിക്കുക. മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ച് പോകാമെന്നേ. ഇപ്പോൾ ഗലേറിയ മോളിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങി, ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്ലീവ്ലാൻഡ് ക്ലിനിക് ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ വേറൊരു സീക്രട്ട് പറയട്ടെ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നേരെ ഷോപ്പിംഗ് മോളിലോട്ട് പോകുന്നതല്ലേ കാണിച്ചത്, വഴിയൊന്നും കാണിച്ചില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ പിടിക്കുന്നതും ഈ ഫോണിൽ തന്നെയാണ് ഞാൻ എന്താ പറയേണ്ടത് ഗൂഗിൾ മാപ്പ് ഇടുന്നതും. അപ്പോൾ എന്നാന്ന് വെച്ചാലുണ്ടല്ലോ, എനിക്ക് രണ്ടും കൂടി ഇടുമ്പം ടെൻഷനാണ്, ഇനി എവിടെയെങ്കിലും വഴി തെറ്റിയാലോ അതുകൊണ്ടാണ് വീഡിയോ പിടിക്കാത്തത്. പക്ഷേ ഗലേറിയ മോളിൽ നിന്ന് തിരിച്ചു പോകുന്ന റൂട്ട് എനിക്കറിയാം, ജസ്റ്റ് ഓഫീസിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന്. അപ്പോൾ പിന്നെ ഗൂഗിൾ മാപ്പ് ഞാൻ ഇടും ഒരു ധൈര്യത്തിന്. മറ്റേ സിനിമയും പറഞ്ഞില്ല, ഇനി ബിരിയാണി കിട്ടിയാലോ എന്ന് വെച്ചാൽ ഇനി വഴി തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് റൂട്ട് അറിയാമെങ്കിലും ഞാൻ ഗൂഗിൾ മാപ്പിൽ റൂട്ട് ഇട്ടേക്കും. പക്ഷേ റൂട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ ക്യാമറയിൽ എന്ത് ചെയ്യും, വീഡിയോ പിടിക്കും. ഇതുണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല രസമില്ല ആകാശം കാണാനായിട്ട്. കാരണം ഈവനിങ് ആയി, പക്ഷെ നല്ല ക്ലൗഡ്, നല്ല കാർമേഘമുണ്ട് കേട്ടോ. ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഇപ്പം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഉള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ ആകാശം നല്ല വെട്ടമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് വിൻ്ററും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന റോഡാണ് ദുബായ്ക്കുള്ള. ഈ റോഡ് നേരെ പോയാൽ നമ്മൾ ദുബായ് ചെല്ലും, ഷെയ്ഖ് സയ്യിദ്. പക്ഷേ ഈ റോഡിന് ഷെയ്ഖ് സയ്യിദ് റോഡെന്ന് പറയത്തില്ല കേട്ടോ. ഈ റോഡിൻ്റെ പേരെന്നാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈ റോഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ ഷെയ്ഖ് സയ്യിദ് ബ്രിഡ്ജൊക്കെ കയറി നേരെ നമ്മൾ ദുബായ്ക്ക് പോവുക. അപ്പോൾ നേരെ വണ്ടി ആക്സിലേറ്റർ കൊടുത്താൽ നമ്മൾ ദുബായിൽ ചെല്ലും. അതല്ല എക്സിറ്റൊക്കെ കൊടുത്തു പോയാൽ വേറെ എങ്ങോട്ടെങ്കിലും ചെല്ലും. പിന്നെന്താണ് ഈ റോഡിനെ കുറിച്ച് പറയാനുള്ളത്? ഈ റോഡിനെ കുറിച്ച് വേറെ അധികം പറയാനൊന്നുമില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഡോൾഫിൻ പാർക്ക് കാണാം. പക്ഷേ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത്, കൂലങ്കഷമായിട്ട് നിങ്ങളെ ഡോൾഫിൻ പാർക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഡോൾഫിൻ പാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും പോയി തലകുത്തി കിടക്കും. അതല്ലെങ്കിൽ എൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടുകയും പല്ലിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. അതുകൊണ്ട് അമ്മാതിരി പരിപാടിക്കൊന്നും മുതിരുന്നില്ല കേട്ടോ. ഈ റോഡിൽ മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കുക. പക്ഷേ ഇന്ന് വലിയ തിരക്കില്ല, പക്ഷേ എന്നാലും ഒരുമാതിരി തിരക്കുണ്ട്. ഇതാണ് ഞങ്ങളുടെ അബുദാബിക്കാരുടെ തിരക്കെന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ദുബായ് ഷാർജയിലുള്ളവരൊക്കെ പറയും ഇതൊക്കെ എന്ത് നിസ്സാരം. പക്ഷേ അബുദാബിക്കാരായ നമുക്ക് ഇതൊക്കെ വലിയൊരു ട്രാഫിക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കമ്പാരിറ്റീവ്ലി വലിയ, കാരണം ഡിസംബറൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ ഇവിടെയുള്ള കുറേ ശതമാനം ആൾക്കാരും വെക്കേഷന് നാട്ടിൽ പോകും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യും. അത്രയും തിരക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ജസ്റ്റിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ജേഡ് ജസ്റ്റിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിയുടെ ഓഫീസിലോട്ട് കയറി ജസ്റ്റിയെയും കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പനെ കാണാനുള്ള കൊതിയേക്കാളും കൂടുതൽ അപ്പോഴുടെ ഓഫീസിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കൊച്ചിനറിയാം, വല്ല ചോക്ലേറ്റോ എന്നങ്ങനെ എന്തെങ്കിലും. അങ്ങനെ പിന്നെ നമ്മൾ ജസ്റ്റിയെയും പെറുക്കി ജസ്റ്റിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളുടെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയും നേരവും നമ്മളോടത്ത് ക്ഷമയോടെ ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമ്മുടെ വീഡിയോ കണ്ടതിന്, സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ ശരി, എന്നാൽ പോയച്ചും വരാം.